Students, are you ready for today's class? So we completed the chapter. So we move to the next chapter, that is the sixth chapter, the circulatory system. But the respiratory system കഴിഞ്ഞു. So the another system, that is circulatory system. So what do you mean by human circulatory system? Yes, all we know that both animals and human beings need food and oxygen to keep themselves alive. അല്ലേ? ഇപ്പം നമുക്കറിയാം ഹ്യൂമൻസിലായാലും അതേപോലെ ആനിമൽസിലായാലും ഫുഡും അതേപോലെ തന്നെ ഓക്സിജനും വേണം അവർക്ക് എന്ത് ചെയ്യണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ. സൈമൾട്ടേനിയസ്ലി they give out certain harmful substances like carbon dioxide and another metabolic wastes. ഇപ്പം അതേപോലെ ഇപ്പം എന്താണ്, നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ വേണ്ടാത്ത ചില വസ്തുക്കളുണ്ട്, സബ്സ്റ്റൻസ് ഉണ്ട്, ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പം നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജനെയാണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് വി ഗെറ്റ് എക്സലേഷൻ പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ് ഔട്ട് ഫ്രം ദ ബോഡി. ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ബോഡിയിൽ നിന്ന് പുറത്തേക്കാണ് കളയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കത് വേണ്ടാത്തത് കൊണ്ടാണ്, ബോഡിക്ക് വേണ്ടാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പുറത്തേക്ക് വിടുന്നത്. സോ another metabolic wastes such as urea, uric acid, ammonia, these are the another metabolic wastes that occurs in our body after the metabolic property or metabolism. ഇപ്പം മെറ്റബോളിസം കഴിഞ്ഞല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ വിച്ച് ആർ occurs in our body, that is simply called metabolism. അപ്പം മെറ്റബോളിസം കഴിഞ്ഞ് ബാക്കി വരുന്ന ചില അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചില ടോക്സിക് സബ്സ്റ്റൻസ് ഉണ്ട്. ടോക്സിക് മീൻസ് പോയിസണസ് ആയിട്ടുള്ള കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ യൂറിക് ആസിഡ്, യൂറിയ, അമോണിയ, ഇതെല്ലാം. ഇപ്പം ഇതൊന്നും അധികം നേരം നമ്മുടെ ബോഡിയിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ല, വിച്ച് മീൻസ് ഇറ്റ് ലീഡ്സ് ടു ഡെത്ത്. അത് അധികം നേരം വെച്ചിരുന്നാൽ നമുക്ക് മരണം വരെ സംഭവിക്കും. സോ വി ഹാവ് ടു റിമൂവ്, ഓർ അവർ ബോഡി ഹാവ് ടു റിമൂവ് ദാറ്റ് ടോക്സിക് or this metabolic wastes. Okay, so the intake of the nutrients and oxygen along with the removal of the above mentioned wastes are carried out through a blood by the transport system is simply called സർക്കുലേറ്ററി സിസ്റ്റം. അപ്പം നമുക്ക് വേണ്ടതുമായ സബ്സ്റ്റൻസിനെ പുറത്തേക്ക് കളയുന്നതും അകത്തേക്ക് എടുക്കുന്നതും ഏതിലൂടെയാണ്? ബൈ എ മീഡിയം ദാറ്റ് ഈസ് കോൾഡ് ബ്ലഡ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ആവശ്യത്തിന് ന്യൂട്രിയൻസ് ഉണ്ട്. ആ ന്യൂട്രിയൻസിനെ നമുക്ക് എല്ലായിടത്തും എത്തിക്കണ്ടേ? അപ്പോൾ ആ ന്യൂട്രിയൻസിനെ ആരായിരിക്കും കൊണ്ട് എത്തിക്കുന്നത്? ബ്ലഡാണ് ആ ന്യൂട്രിയൻസിനെ കൊണ്ട് എത്തിക്കുന്നത്, അല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ്, ഇറ്റ് ഈസ് ആക്ട് ആസ് ആൻ ഏജൻറ്റ്, അല്ലേ? ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദീസ് ഓക്സിജൻ ആൻഡ് ഓൾസോ ദ റിമൂവൽ ഓഫ് സർട്ടൻ mentioned wastes are carried out through the blood by a transport system that is simply called circulatory system. അപ്പം ഇതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ബ്ലഡ് ആണെങ്കിൽ ബ്ലഡിനകത്ത് നമുക്കറിയാം ഓക്സിജൻ്റെ കണ്ടൻ്റ് ഉണ്ട്. നമ്മൾ റെസ്പിറേഷൻ നടത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനെ നമ്മൾ ബ്ലഡുമായിട്ട് മിക്സ് ചെയ്യും, അല്ലേ? ബ്ലഡുമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ എൻ്റയർ ബോഡി പാർട്സിലേക്ക് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്നത് ആരാണ്? നമുക്കൊരു വെൽ ഡെവലപ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇത് നമ്മുടെ ബോഡി പാർട്സിലെല്ലാം എത്തുന്നത്, അല്ലേ? അതേപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ബോഡിയിലെ സബ്സ്റ്റൻസുകൾ എലിമിനേറ്റ് ചെയ്യുന്നത് ഏതിലൂടെയാണ്? ത്രൂ ദിസ് ബ്ലഡ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് കോൾഡ് സർക്കുലേറ്ററി സിസ്റ്റം. ദ another name, that is cardiovascular. Okay, and then the transport is carried out mainly by the blood. അപ്പോൾ ഞാനത് ആദ്യമേ പറഞ്ഞു. അപ്പം ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് നടക്കുന്നത് ഏതിലൂടെയാണ്? ദാറ്റ് ഇസ് ത്രൂ എ ലിക്വിഡ് മീഡിയം ദാറ്റ് ഈസ് കോൾഡ് ബ്ലഡ്, ആൻഡ് ദിസ് ബ്ലഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ടു ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ബൈ എ പമ്പിങ് ഓർഗൻ, അല്ലേ? ഇപ്പം നമുക്കറിയാം ഒരു പമ്പിങ് ഓർഗൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സും ഈ ബ്ലഡ് എത്തുന്നത്. വിച്ച് ഈസ് ദ പമ്പിങ് ഓർഗൻ? യെസ്, യു നോ അബൌട്ട് ദാറ്റ്. ദാറ്റ് ഈസ് സിംപ്ലി ദ ഹാർട്ട്. ഹാർട്ടാണ് നമ്മുടെ പമ്പിങ് ഓർഗൻ എന്ന് നമുക്ക് അറിയാം. അപ്പം ആ ഒരു സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഹാർട്ടിൽ നിന്നാണ്. സോ ഇറ്റ് ഗെറ്റ്സ് പമ്പ്സ് ആൻഡ് ദെൻ ദ blood is transported to the entire part of our body, isn't it? So
And the next one, our circulatory system that consisting of, which are the materials or which are the components that related to the circulatory system. Yes, of course, that the circulatory system that consisting of blood, then blood vessels and the heart. These are the main important parts belonging to the circulatory system. അല്ലേ, circulatory systemത്തിനകത്തെ 3 important parts ഏതൊക്കെയാണ്? That is blood, blood vessels and heart. And they together they transport substances to the various parts of the body. പിന്നെന്താണ്, ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് അല്ലേ. വസ്തുക്കളെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ഓക്സിജനെ ആയാലും ബ്ലഡ് വെസൽസിലൂടെയാണ്. ഇപ്പോൾ ഹാർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇത് ട്രാൻസ്പോർട്ട് നടക്കുമോ? ഇല്ല. അപ്പോൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുന്നതിനകത്ത് നമ്മൾ എടുക്കുന്ന ഇൻസ്പിറേഷൻ വഴി നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജനെ അതെന്ത് ചെയ്യും? ബ്ലഡിലൂടെ സപ്ലൈ ചെയ്യും അല്ലേ. ബ്ലഡിലൂടെ ആരാണ് സപ്ലൈ ചെയ്യുന്നത്? അവർ ബ്ലഡ് വെസൽസിലൂടെയാണ് ഈ ഓക്സിജന് സപ്ലൈ ചെയ്ത് പല പല ബോഡി പാർട്സിലേക്ക് എത്തുന്നത്. സോ ദീസ് ആർ ടുഗദർ ടു കോൾ ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ആൻഡ് ദ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ബ്ലഡ് വെസൽസ് ആൻഡ് ഇറ്റ്സ് റെഗുലേറ്റ് ബൈ ദ ഹാർട്ട്. അപ്പം ഈ ബ്ലഡ് ഇതിലൂടെയാണ് ഒഴുകുന്നത്? ബ്ലഡ് വെസൽസിലൂടെ, സച്ച് ആസ് ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ദീസ് ആർ കോൾഡ് ദ ബ്ലഡ് വെസൽസ്. ഇതിനെയാണ് നമ്മൾ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? യെസ്, ഓഫ് കോഴ്സ്, ആർട്ടറീസ്, വെയിൻസ് ആൻഡ് capillaries. These capillaries are very fine and small blood vessel. Okay. And then the heart acting as a pump and that pushes and receives the blood to and from the whole body through these vessels. അപ്പം ഈ ഹാർട്ട് എന്തോ ചെയ്യും? ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യും. പമ്പായിട്ട് എന്തിനാ ആക്ട് ചെയ്യുന്നത്? ദാറ്റ് പുഷ് ആൻഡ് റിസീവ്സ് ദ ബ്ലഡ്. അത് പുഷ് ചെയ്യുകയും, അതായത് അതിൽ നിന്നുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിനെ സപ്ലൈ ചെയ്യുകയും ചെയ്യും. ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ അതിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പം ഒരു പുഷിങ് ആക്ട് നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് പമ്പ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയായിരിക്കും ബ്ലഡ് എല്ലാ ബോഡി പാർട്സിലേക്കും എത്തുന്നത്. ദാറ്റ് ഈസ് സിംപ്ലി കോൾഡ് അബൌട്ട് ദ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് സെക്ഷൻ. Okay.